ഉപയോഗിച്ചുകൊണ്ടിരുന്ന സിം ഒഴിവാക്കുന്നതിന് മുൻപ് ഇക്കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചിരുന്നോ? ഇല്ലെങ്കിൽ പണി വരുന്നുണ്ട്. പുതിയ സിം കാർഡ് എടുക്കുമ്പോൾ പഴയ നമ്പർ ആരും തിരിഞ്ഞു നോക്കാറില്ല. പക്ഷേ അത് മറ്റൊരാളുടെ കയ്യിൽ എത്തിക്കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുമെന്ന് ചിന്തിച്ചിട്ടുണ്ടോ? ഇല്ലെങ്കിൽ ഇനി ചിന്തിച്ചു തുടങ്ങണം. പരിഹാരവും കാണണം. അല്ലെങ്കിൽ നമ്മുടെ പ്രൈവസിയുടെ താക്കോൽ മറ്റൊരാളുടെ കയ്യിലിരിക്കും. ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ് വരെ ആക്സസ് ചെയ്യാൻ യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാകില്ല. പഴയ നമ്പർ മറ്റൊരാൾക്ക് പോകുന്നതിന് മുൻപ് ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. സ്വാഗതം ഇൻഡെപ്തിലേക്ക്. ഒരാൾ പുതിയൊരു എയർടെൽ സിം എടുത്തു. ആക്ടിവേറ്റ് ആയതിനു ശേഷം പരിചയമില്ലാത്ത നമ്പറുകളിൽ നിന്ന് കോളുകൾ എത്തി. പല ബാങ്കുകളിൽ നിന്ന് വിളിച്ച് ലോൺ തിരിച്ചടയ്ക്കാൻ ആവശ്യപ്പെട്ടു. പുതിയ നമ്പർ മറ്റുള്ളവർക്ക് കൊടുക്കുന്നതിന് മുൻപായിരുന്നു ഈ സംഭവങ്ങളെല്ലാം. ട്രൂ കോളറിൽ നോക്കിയപ്പോൾ ഈ നമ്പർ മുൻപ് കിരൺ എന്നൊരു ആളുടേതായിരുന്നു എന്ന് മനസ്സിലായി. ഫേസ്ബുക്കിൽ ലോഗിൻ ചെയ്യാൻ ശ്രമിച്ചപ്പോൾ കിട്ടിയത് ഇതേ കിരണിന്റെ ഐഡിയിലേക്കുള്ള OTP. സർക്കാർ സേവനങ്ങളിലും നമ്പർ ഓൾറെഡി രജിസ്റ്റേർഡ് ആയിരുന്നു. എന്തിനേറെ, ഊബർ ബുക്ക് ചെയ്യാൻ നോക്കിയപ്പോൾ ഈ നമ്പറിൽ മോശം റിവ്യൂ ഉള്ളത് കാരണം അതിനും സാധിച്ചില്ല. റെഡിറ്റിൽ ഒരാൾ പങ്കുവെച്ച അനുഭവമാണിത്. ഇതേ അനുഭവം പുതിയ സിം എടുത്ത പലർക്കും ഉണ്ടാകുന്നുണ്ട്. അത് എയർടെൽ അല്ല, ഏത് സിം ആണെങ്കിലും. ബാങ്ക് അക്കൗണ്ട്, സോഷ്യൽ മീഡിയ, UPI പേയ്മെന്റ്, ഗവൺമെന്റ് സർവീസുകൾ ഇതെല്ലാം ബന്ധിപ്പിച്ചിരിക്കുന്ന ഒരു ഡിജിറ്റൽ കീയാണ് നമ്മുടെ മൊബൈൽ നമ്പർ. ഇന്ത്യയിൽ 120 കോടിയിലധികം മൊബൈൽ ഉപയോക്താക്കൾ ഉണ്ടെന്നാണ് കണക്ക്. പണ്ട് നമ്മുടെ കയ്യിൽ പൈസയുള്ളപ്പോൾ മാത്രം റീചാർജ് ചെയ്താൽ മതിയായിരുന്നു. അല്ലെങ്കിൽ റീചാർജ് ചെയ്യാതെ ഒരു സെക്കൻഡറി സിം ഉപയോഗിക്കാനും സാധിക്കുമായിരുന്നു. പക്ഷേ ഇപ്പോൾ പ്രീപെയ്ഡ് സിമ്മുകൾ 90 ദിവസം റീചാർജ് ചെയ്യാതിരുന്നാൽ അത് ഡീആക്ടിവേറ്റ് ആയി പോകും. എയർടെൽ, ജിയോ, VI തുടങ്ങിയ എല്ലാ ഓപ്പറേറ്റർമാരും ഇങ്ങനെ തന്നെയാണ് ചെയ്യുന്നത്. പ്രൈവസി റിസ്ക് എന്നൊരു പ്രശ്നം ഇവിടെയാണ് വരുന്നത്. പഴയ ഉപയോക്താവ് തന്റെ നമ്പർ വിവിധ ആപ്പുകളുമായി ലിങ്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ OTP വഴി പുതിയ ആൾക്ക് ഈ അക്കൗണ്ടുകളിലേക്ക് പ്രവേശിക്കാൻ കഴിയും. ബാങ്ക് ഡീറ്റെയിൽസ്, പേഴ്സണൽ ഫോട്ടോസ്, ഹിസ്റ്ററി തുടങ്ങിയ എല്ലാം നമ്മുടെ പുതിയ ഉടമയുടെ കയ്യിലെത്തും. എയർടെൽ ഡ്യൂപ്ലിക്കേറ്റ് സിം എടുത്ത ഒരാൾക്ക് 2.87 ലക്ഷം രൂപ നഷ്ടപ്പെട്ട സംഭവം 2024 റിപ്പോർട്ട് ചെയ്തിട്ടുമുണ്ട്. പഴയ നമ്പർ പോകുന്നതിന് മുൻപ് തുടർച്ചയായി മെസ്സേജ് അയച്ച് ആ വിവരം നിങ്ങളെ കമ്പനി അറിയിച്ചിരിക്കും. ആ നമ്പർ വേണ്ട എന്നുണ്ടെങ്കിൽ ആ സിമ്മുമായി ബന്ധിപ്പിച്ചിരിക്കുന്ന ബാങ്ക് അക്കൗണ്ടിൽ പുതിയ നമ്പർ അപ്ഡേറ്റ് ചെയ്യുക എന്നതാണ് ആദ്യം ചെയ്യേണ്ടത്. വാട്സപ്പ് അക്കൗണ്ട് ഡിലീറ്റ് ചെയ്യുക. വാട്സപ്പ് സെറ്റിംഗ്സ്, അക്കൗണ്ട്, ഡിലീറ്റ് മൈ അക്കൗണ്ട് എന്നിങ്ങനെ പഴയ നമ്പർ ഡിലീറ്റ് ചെയ്ത് പുതിയ നമ്പറിലേക്ക് മൈഗ്രേറ്റ് ചെയ്യാൻ കഴിയും. ചാറ്റ് ഹിസ്റ്ററി ഉൾപ്പെടെ സേവ് ചെയ്യാവുന്നതുമാണ്. ഗൂഗിൾ ഡ്രൈവിലെ വിവരങ്ങൾ, ഫോട്ടോസ്, മറ്റ് ഡാറ്റകൾ ഇതെല്ലാം മറ്റെവിടേക്കെങ്കിലും മാറ്റിയ ശേഷം ഡിലീറ്റ് ചെയ്യണം. ഗൂഗിൾ പേ, ഫോൺ പേ അടക്കമുള്ള UPI ആപ്പുകളിൽ പഴയ നമ്പർ അൺലിങ്ക് ചെയ്ത് പുതിയത് ആഡ് ചെയ്യണം. പുതിയ നമ്പറിൽ 2 ഫാക്ടർ ഒതന്റിക്കേഷൻ ഓൺ ആക്കുന്നത് വളരെ നല്ലതാണ്. സോഷ്യൽ മീഡിയയിലെ റിക്കവറി നമ്പർ പുതിയത് തന്നെയെന്ന് ഉറപ്പിക്കണം. ഡിജി ലോക്കറിൽ പോയി ആധാർ, പാൻ കാർഡ്, വോട്ടർ ID തുടങ്ങിയ രേഖകളിൽ മൊബൈൽ നമ്പർ അപ്ഡേറ്റ് ചെയ്യണം. റീസൈക്കിൾ റിസ്ക് ഒഴിവാക്കാൻ പഴയ നമ്പർ സസ്പെൻഡ് ചെയ്യാനായി മൊബൈൽ ഓപ്പറേറ്റർമാരെ കോൺടാക്ട് ചെയ്യാനും സാധിക്കും. ഇതിന് പക്ഷേ ഒരു ഫീസ് കൊടുക്കേണ്ടി വരും. ട്രായ് ഡാറ്റ പ്രകാരം പ്രതിവർഷം കോടിക്കണക്കിന് നമ്പറുകളാണ് റീസൈക്കിൾ ചെയ്യപ്പെടുന്നത്. ഒരു നമ്പർ മാറ്റം മുഴുവൻ ഐഡന്റിറ്റിയും ബാധിക്കുന്നതാണ്. അതിനാൽ തന്നെ ഒരു ചെറിയ കാര്യമായി തള്ളിക്കളയരുത്.